ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ സൂര്യനിൽ ദ്വാരം ഭൂമിക്ക് ഭീഷണിയായേക്കാമെന്നാണ് മുന്നറിയിപ്പ്. 5 ലക്ഷം കിലോമീറ്റർ വീതിയിൽ സൂര്യന്റെ ഉപരിതലത്തിൽ ഭീമൻ കൊറോണൽ ദ്വാരം കണ്ടെത്തിയതായി നാസ പറയുന്നു. ചിത്രശലഭത്തിന്റെ ആകൃതിയുള്ള ഈ ദ്വാരത്തിലൂടെ സൗരവാതകങ്ങൾ ഭൂമിയിലേക്ക് എത്തിയേക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ്. സൗരവാതകങ്ങൾ ഭൂമിയിലെത്തിയാൽ കാന്തിക മണ്ഡലവുമായി പ്രതിപ്രവർത്തിച്ച് ചെറിയ തോതിലുള്ള ജിയോമാഗ്നറ്റിക് കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുമെന്നും ഇത് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകാശവിസ്മയങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും ഗവേഷകർ പറയുന്നു. സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പുറംഭാഗത്തെയാണ് കൊറോണ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ തന്നെ താപനിലയും സാന്ദ്രതയും കുറഞ്ഞ ഭാഗങ്ങളാണ് കൊറോണൽ ദ്വാരങ്ങൾ. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ദ്വാരങ്ങളിൽ കാന്തിക മണ്ഡലങ്ങൾ തുറന്ന അവസ്ഥയിലായിരിക്കും. അതിനാൽ തന്നെ ചാർജ് ചെയ്ത കണികകൾ വളരെ ഉയർന്ന വേഗതയിൽ പുറത്തേക്ക് വരുന്നു. ഈ കണികകളുടെ ഒഴുക്കിനെയാണ് സൗരവാതകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ ഭൂമിയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ അത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെയും അന്തരീക്ഷത്തെയും സ്വാധീനിക്കുന്നു. ഇതുമൂലം പലതരത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാറുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. സൗരവാതകങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നത് പ്രധാനമായും ജിയോമാഗ്നറ്റിക് കൊടുങ്കാറ്റുകളായിട്ടാണ്. സൗരവാതകത്തിലെ കണികകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങളുമായി കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന പ്രകാശ പ്രതിഭാസങ്ങളാണ് അറോറ ബൊറിയാലിസും അറോറ ഓസ്ട്രേലിസും. എന്നാൽ തീവ്രമായ സൗരവാതകങ്ങൾ സാറ്റലൈറ്റ് സംവിധാനങ്ങളെയും GPS നാവിഗേഷൻ സിസ്റ്റങ്ങളെയും ആശയവിനിമയ ശൃംഖലയെയും താറുമാറാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള ദ്വാരത്തിൽ നിന്നുണ്ടാവുന്ന സൗരവാതകം വലിയ രീതിയിലുള്ള ഭീഷണികൾക്ക് സാധ്യതയില്ലെന്നും ഒരു സാധാരണ ജിയോമാഗ്നറ്റിക് കൊടുങ്കാറ്റ് മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു.